ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജീജാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മലബാർ ട്രിപ്പിൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മലബാറിലൊരു കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി മലബാറിലേക്കൊരു യാത്ര പോവുകയാണ്. പന്നി അതിൻ്റെ അപ്പുറത്തൊരു കള്ളി കൂടെ ഉണ്ട്. പക്ഷെ അവിടെ ഇതവരുടെ കൂൺ കൃഷിയാണ്. ഒരു വലിയ ഹോള് നിറച്ച് കൂണിൻ്റെ കൃഷിയാണ്. രാവിലെ അവർ കൂണെല്ലാം പറിച്ച് എടുത്ത് ഇനിയിപ്പം നാളെ രാവിലത്തേക്ക് ഇത് കൂണാകത്തുള്ളെന്ന് പറഞ്ഞ് അതെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ അതിനപ്പുറത്ത് മറ്റേ ഗിനിക്കോഴിയും പേത്തെ ഒക്കെയാണ് ഈ കിടക്കുന്നത്. അത് ഈ നെറ്റിനകത്തോടെ ശരിക്കും ക്ലിയറായിട്ട് കിട്ടുകയില്ല. ഫോണിനകത്ത് കണ്ടോ, പിന്നെ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ. പിന്നെ ഇത് BV3 എഴുതിയുടെ മുട്ടക്കോഴിയാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും അവരുടെ ഫാമിലുണ്ട്. ഫുള്ള് പറമ്പ് നിറച്ചും ആ പറമ്പ് നിറച്ച് അവരുടെ ഫാമിലോട്ടുള്ള എല്ലാ സാധനങ്ങളുമാണ്. എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇവർ ഒരു പോത്തിനെ ഇവർ കൊന്നിട്ട് അതിൻ്റെ ഇറച്ചി അവർ സെക്ഷനായിട്ടെല്ലാം തിരിച്ച് വൈകിട്ടത്തേക്കും കപ്പ ബിരിയാണിക്കുള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് ഉള്ള പരിപാടിയാണ്. പെണ്ണുങ്ങളെല്ലാം കപ്പ കൊത്തും ഒക്കെ അപ്പുറത്തെ സൈഡിൽ, പിന്നെ ആണുങ്ങളെല്ലാം ഈ ഇറച്ചിയുടെ കാര്യങ്ങളുമായിട്ട് ഫ്രണ്ടിൽ എല്ലാം കഴിഞ്ഞ് ചന്തഞ്ചാറത്തിന് വേണ്ടി ഞങ്ങൾ വീട്ടിൽ പള്ളിയിലേക്ക് തിരിക്കുകയാണ്. ഇത് ഞങ്ങളെ അച്ചായയുടെ ചേട്ടൻ്റെ കബറാണ്. അവിടെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഹോളിലോട്ട് വന്ന് കയറി അവിടുന്ന് ചെറുക്കനെ കൊണ്ടുവരുവാണ് ചന്തഞ്ചാറത്തിന് വേണ്ടി. ചെറുക്കനെ കൊണ്ടുവന്ന് ഡാൻസ് കളിച്ച് ആണ് എല്ലാ പരിപാടികളും. നല്ല അടിപൊളി പരിപാടികളായിരുന്നു. നല്ലതായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേരും ഞങ്ങളും എല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ വേറൊരു നാട്ടിൽ ചെന്ന് കൂടിയപ്പോഴേക്കും അതിൻ്റേതായ ഒരു പ്രത്യേക സന്തോഷം ഞങ്ങൾക്കുണ്ടായിരുന്നു.
യിലാണ് ഞങ്ങൾ ട്രെയിന് പോരാൻ വേണ്ടിയാണ് പോരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ബസ്സിന് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അന്നേരത്തേക്കൊരു ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ട്രെയിൻ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അങ്ങനെ ഞങ്ങൾ 10 മിനിറ്റോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ട്രെയിൻ വന്നത്. അന്നേരം അതുവരെ അവിടെ ഇരുന്ന് റെയിൽവേ പാളത്തേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി അവരെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഇട കിട്ടി താഴെ. അതേസമയത്ത് കുട്ടികൾക്ക് മേളിൽ ബർത്തയിലും ഇട കിട്ടി. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര നല്ല തിരക്കും ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ കല്യാണമൊക്കെ കൂടി തിരിച്ച് നാട്ടിലെത്തി. അങ്ങനെ സന്തോഷകരമായ ഒരു മലബാർ ട്രിപ്പ് ഞങ്ങളിവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. താങ്ക് യു.